നമ്മുടെ ആമാശയം അല്ലെങ്കിൽ നമ്മുടെ കുടൽ ഇതൊക്കെ ഒരു ഡെൻസ് ഫോറസ്റ്റ് പോലെയുള്ളതാണ്. 100-ലധികം ഉപകാരപ്രദമായിട്ടുള്ള ഫംഗസുകൾ ഇവിടെയുണ്ട്, നമ്മുടെ ആമാശയത്തിലുണ്ട്. അതിൽ നല്ല ഫംഗസുകൾ ഉണ്ടായേ പറ്റൂ, അത് നമുക്ക് ഉപകാരപ്രദം തന്നെയാണ്. എന്നാൽ ഇത് പൊട്ട ബാക്ടീരിയകളൊക്കെ ഉണ്ട്. ഈ കൊളൈ പോലെയുള്ള ഒരുപാട് ആളുകൾ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. നമുക്കതിൽ ഒരു ബാലൻസ്ഡ് ഫ്ലോറ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയം. വളരെ എളുപ്പമാണ്. ഉപ്പിലിട്ട നാരങ്ങ, ഉപ്പിലിട്ട വെജിറ്റബിൾസ് വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. റോഡ് സൈഡിലുള്ള ഉപ്പിലിട്ടതല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉപ്പിലിട്ടിട്ടുള്ള ക്യാൻഡി ആയിട്ടുള്ള വീട്ടിലുണ്ടാക്കുന്ന രീതിയിലാണെങ്കിൽ വളരെ പെട്ടെന്ന് ആ ഫ്ലോറ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ശോധന ചികിത്സകൾ, ആയുർവേദ രീതിയിൽ ഉപയോഗിക്കുന്ന ലാക്സറ്റീവ് ശോധന ചികിത്സകൾ, ഗന്ധർവസ്ഥാതി അരണ്ടം, അവിഭക്തി ചൂർണം, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ എഫക്റ്റീവായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ആപ്പിൾ സിഡാർ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. രസം, സാമ്പാർ, ആളൻ, ഇതിനെല്ലാം നമ്മുടെ ആമാശയത്തിനെ ശുദ്ധീകരിക്കാനും അവിടെയുള്ള ഫ്ലോറയെ മെയിൻറ്റെയിൻ ചെയ്യാൻ. പണ്ട് കാലത്തെ ഷഡ്രസ സമ്പ്രദായമായിട്ടുള്ള ആഹാരത്തെ തന്നെ 6 രസപ്രധാനമായിട്ടുള്ള ആഹാരം എന്ന് പറയാറുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഇഞ്ചിക്കറി, പുളിയിഞ്ചി, ഇതൊക്കെ അതിൽ പെട്ടതാണ്. അപ്പോൾ നമ്മുടെ നാടൻ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ആ രീതിയിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഫ്ലോറ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാറുണ്ട്. ഡാൻഡ്രഫിൻ്റെ ഒക്കെ മൂല കാരണം ഈ വയറിൻ്റെ അസ്വസ്ഥതകൾ തന്നെയാണ്. ഇതിനെല്ലാം ഒരു പരിധിവരെ നമ്മുടെ കുടല് കൃത്യമായ രീതിയിൽ നല്ലൊരു ദഹന സിസ്റ്റം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറേ രോഗങ്ങളെ നമുക്ക് തടുത്തു നിർത്താൻ പറ്റും.